ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 9th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നിർദ്ദേശങ്ങളൊന്ന് വായിച്ചു നോക്കാം. ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ചോദ്യങ്ങളും നിർദ്ദേശങ്ങളും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഉത്തരം എഴുതുക. ഉത്തരം എഴുതുമ്പോൾ സ്കോർ, സമയം എന്നിവ പരിഗണിക്കണം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, ഉത്തരം എഴുതുമ്പോൾ എത്രയാണോ അത് ഓരോന്നിനും സ്കോർ എന്ന് ശ്രദ്ധിക്കണം. അതിനനുസരിച്ചാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. 1 മുതൽ 5 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഓരോന്നിനും ഒരു സ്കോർ വീതം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ആരുടെ ഭരണകാലത്താണ് ദ്രാവിഡ ശൈലി എന്ന ദക്ഷിണേന്ത്യൻ ക്ഷേത്ര നിർമ്മാണ ശൈലി രൂപപ്പെട്ടത്? ചോദ്യം എന്താണ്? ആരുടെ ഭരണകാലത്താണ് ദ്രാവിഡ ശൈലി എന്ന ദക്ഷിണേന്ത്യൻ ക്ഷേത്ര നിർമ്മാണ ശൈലി രൂപപ്പെട്ടത്? ആരുടെ കാലത്താണ്? അതെ, പല്ലവന്മാരുടെ കാലത്താണല്ലേ. ആൻസർ എന്താണ്? പല്ലവന്മാർ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, രാഷ്ട്രപതിയുടെ രാജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ് നോക്കൂ. രാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടത് പ്രധാനമന്ത്രിക്കാണ്. രാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്. രാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടത് ക്യാബിനറ്റ് മന്ത്രിക്കാണ്. ആർക്കാണ് കൂട്ടുകാരെ രാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടത്? അതെ, ഉപരാഷ്ട്രപതിക്കാണല്ലേ. ആൻസർ എന്താണ്? രാഷ്ട്രപതി രാജി സമർപ്പിക്കേണ്ടത് ഉപരാഷ്ട്രപതിക്കാണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്? യെസ്, കേരളം, തമിഴ്നാട്, കർണാടകം, ആന്ധ്രാപ്രദേശ്. ഇതിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? അതെ, കർണാടകമാണല്ലേ. ആൻസർ എന്താണ്? കർണാടകം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ സ്ഥാപനം ഏതാണെന്ന് എഴുതുക. സൂചനകൾ നമുക്ക് വായിച്ചു നോക്കാം. ന്യൂഡൽഹിയാണ് കമ്മീഷന്റെ ആസ്ഥാനം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനിൽ ഉള്ളത്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 1991 ഒക്ടോബർ 12 നിലവിൽ വന്നു. ഏതായിരിക്കും കൂട്ടുകാരി ഭരണഘടനാ സ്ഥാപനം? അതെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണല്ലേ. ആൻസർ എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തൃതീയ മേഖലയുമായി ബന്ധപ്പെട്ടത് ഖനനം, വാർത്താവിനിമയം, മത്സ്യബന്ധനം, വൈദ്യുതി. ഇവയിൽ ഏതാണ് കൂട്ടുകാരെ തൃതീയ മേഖലയുമായി ബന്ധപ്പെട്ടത്? അതെ, വാർത്താവിനിമയമാണല്ലേ. ആൻസർ എന്താണ്? വാർത്താവിനിമയം. ഓക്കെ, ദെൻ 6 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും ഒരു സ്കോർ വീതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് 6ാമത്തെ ചോദ്യം നോക്കാം. ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിൽ 1ാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ചോദ്യം? ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിൽ 1ാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം എന്തെല്ലാമാണ് കൂട്ടുകാരെ? ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ആസൂത്രിതമായ നഗരങ്ങൾ, അതുപോലെ തന്നെ കൈത്തൊഴിലല്ലേ. ദെൻ കച്ചവടത്തിൻ്റെ സാന്നിധ്യം, ആസൂത്രിതമായ വീടുകൾ, തെരുവു വീഥികൾ, ചാലുകൾ, ധാന്യപ്പുരകൾ എന്നിവയുടെ സാന്നിധ്യം. ദെൻ 7th ക്വസ്റ്റ്യൻ നോക്കൂ. കാശ്മീർ ഹിമാലയത്തിൽ ദാൽ തടാകത്തിന് ഏറെ പ്രാധാന്യമുണ്ട്, വിശദമാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? കാശ്മീർ ഹിമാലയത്തിൽ ദാൽ തടാകത്തിന് ഏറെ പ്രാധാന്യമുണ്ട്, വിശദമാക്കുക. അതായത് ശുദ്ധജല തടാകമാണല്ലേ ശ്രീനഗർ പട്ടണം. ഈ തടാകത്തിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്നു. വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രമാണല്ലേ. വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം. ദെൻ 8th ക്വസ്റ്റ്യൻ നോക്കാം. ഗുപ്ത ഭരണകാലത്ത് സംസ്കൃത സാഹിത്യത്തിന് രാജകീയ പ്രോത്സാഹനം ലഭിച്ചു, പ്രസ്താവന സാധൂകരിക്കുക. ആൻസർ നോക്കാമല്ലോ നമുക്ക്. എന്തായിരുന്നു? സംസ്കൃതം ഭരണഭാഷയായിരുന്നു. ബുദ്ധമതക്കാർ പോലും സംസ്കൃതത്തിൽ രചനകൾ നടത്തി. സംസ്കൃത ഭാഷയിൽ നാടകങ്ങൾ, കാവ്യങ്ങൾ, വ്യാകരണം, നിഘണ്ടു തുടങ്ങിയവ ഇക്കാലത്ത് രചിക്കപ്പെട്ടു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് കൊടുത്തിട്ടുള്ളത്? താഴെ പറയുന്നവ എന്തെന്ന് വ്യക്തമാക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. വൃഷ്ടിപ്രദേശം, നീർത്തടം, ജലവിഭാജകം. അപ്പോൾ ഇതിൽ വൃഷ്ടിപ്രദേശം എന്താണെന്ന് എഴുതണം, അതുപോലെ തന്നെ നീർത്തടവും ജലവിഭാജകവും എന്തൊക്കെയാണെന്ന് എഴുതണം അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം.
യെസ്, വൃഷ്ടിപ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഒരു നദിയിലേക്ക് ജലം എത്തുന്ന നിശ്ചിത പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. ദെൻ നീർത്തടമോ? അതെ, ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശമാണ് എന്ത്? യെസ്, നീർത്തടം എന്ന് പറയുന്നത്. ദെൻ ജലവിഭാജകം, അതായത് രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയാണ് ഏതെന്ന് പറയുന്നത്? യെസ്, ജലവിഭാജകം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ചോദ്യം നോക്കാം. എന്താണ് 10ാമത്തെ ചോദ്യം? എന്താണ്? ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന വിവിധ തരം തൊഴിലില്ലായ്മകൾ ഏതെല്ലാം എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതെല്ലാമാണ്? നമുക്കറിയാം, പ്രകടമായ തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ ഘടനാപരമായ തൊഴിലില്ലായ്മ, കാലികമായ തൊഴിലില്ലായ്മ, പ്രച്ഛന്ന തൊഴിലില്ലായ്മ. അപ്പോൾ ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന വിവിധ തരം തൊഴിലില്ലായ്മകൾ ഏതെല്ലാമാണ്? യെസ്, പ്രകടമായ തൊഴിലില്ലായ്മ, ഘടനാപരമായ തൊഴിലില്ലായ്മ, കാലികമായ തൊഴിലില്ലായ്മ, പ്രച്ഛന്ന തൊഴിലില്ലായ്മ. ഓക്കെ, ദെൻ 11ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ഉയർന്ന ആയുർ ദൈർഘ്യത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ് ഘടകങ്ങൾ? അതെ, ഉയർന്ന സാക്ഷരതാ നിരക്കും ഉന്നത വിദ്യാഭ്യാസവും, ദെൻ ശുചിത്വം, ഭക്ഷ്യതയും പൊതുവിതരണവും, വികേന്ദ്രീകൃത പൊതുജനാരോഗ്യ നയം. എന്തൊക്കെയാണ് ഘടകങ്ങൾ? ഉയർന്ന സാക്ഷരതാ നിരക്കും ഉന്നത വിദ്യാഭ്യാസവും, ശുചിത്വം, ഭക്ഷ്യതയും പൊതുവിതരണവും, വികേന്ദ്രീകൃത പൊതുജനാരോഗ്യ നയം. ദെൻ 12ാമത്തെ ചോദ്യം നോക്കിയാലോ. കൃത്യമായ സ്ഥിതിവിവര കണക്കുകളുടെ അഭാവം ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ ഒരു പരിമിതിയാണ്. മറ്റേതെങ്കിലും 3 പരിമിതികൾ എഴുതുക. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ പരിമിതികളാണല്ലേ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ എഴുതാനി? സാധന സേവനങ്ങളുടെ പണമൂല്യം ഒന്നിൽ കൂടുതൽ ഉൽപ്പാദന ഘട്ടങ്ങളിൽ രേഖപ്പെടുത്താനുള്ള സാധ്യത. നെക്സ്റ്റ് എഴുതാം, ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നില്ല. ദെൻ വിപണിയിൽ നില നിശ്ചയിക്കപ്പെടാത്ത സാധനങ്ങളും സേവനങ്ങളും സാധാരണയായി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല. അടുത്ത പോയിന്റായിട്ട് എഴുതാം, ഗാർഹിക ജോലി ദേശീയ വരുമാനത്തിൽ കണക്കാക്കുന്നില്ല. അപ്പോൾ ഇത്രയും പരിമിതികൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ 13th ക്വസ്റ്റ്യൻ ആണ് അല്ലേ, 13ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ അതിവിശാലമായ ഉഷ്ണ മരുഭൂമി ഏത്? ഇതിൻ്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ് കൂട്ടുകാരെ ഇന്ത്യയിലെ അതിവിശാലമായ ഉഷ്ണ മരുഭൂമി? അതെ, ഥാർ മരുഭൂമിയാണല്ലേ. ഇനി ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതേണ്ടത് എന്തൊക്കെ നമുക്ക് എഴുതാം? യെസ്, നമുക്ക് ഫസ്റ്റ് സവിശേഷതയായിട്ട് എഴുതാം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. ദെൻ 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മരുഭൂമിയുടെ ഏകദേശം 1.75 ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ്. ഈ മരുഭൂമിയുടെ ഏകദേശം 1.75 ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ്. ഓക്കെ, ദെൻ 14ാമത്തെ ചോദ്യം നോക്കിയാലോ. നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നു, വ്യക്തമാക്കുക. എന്താണ്? നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നു, വ്യക്തമാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. നിയമനിർമ്മാണ കാര്യനിർമ്മാണ വിഭാഗങ്ങൾ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു, പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നു. ഇതുകൊണ്ടൊക്കെയാണ് എന്താണ് നീതിന്യായ വിഭാഗം ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്നത് അല്ലേ. ഓക്കെ, ദെൻ 15 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 10 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 4 സ്കോർ വീതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും നന്നായിട്ട് അറിയാവുന്ന 10 എണ്ണത്തിന് മാത്രം കൂട്ടുകാരെ ആൻസർ ചെയ്യുക. ഓക്കെ, ദേശീയ വനിതാ കമ്മീഷൻ്റെ ചുമതലകൾ വിശദമാക്കുക എന്നല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് കൂട്ടുകാരെ ദേശീയ വനിതാ കമ്മീഷൻ്റെ ചുമതലകൾ? സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങളെയും വിവേചനങ്ങളെയും ഇല്ലാതാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക. ദെൻ നെക്സ്റ്റ് എന്താണ് എഴുതാൻ നമുക്ക്? ലിംഗനീതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, സ്ത്രീകളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നയരൂപീകരണത്തിൽ സർക്കാരുകൾക്ക് ഉപദേശങ്ങൾ നൽകുക, സ്ത്രീ സുരക്ഷയ്ക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും പരിശോധിക്കുക. ദെൻ 16ാമത്തെ ചോദ്യം നോക്കൂ. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നു, കാരണങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചത്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് കൂട്ടുകാരെ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നത്? അതെ, കാലാവസ്ഥയെ മിതപ്പെടുത്തുന്നുണ്ട് അല്ലേ. അതായത് സമുദ്രത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയൻ പർവ്വതനിരകളിലെ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന്
കാരണമാകുന്നു. പശ്ചിമേഷ്യയിൽ നിന്ന് വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം, മൂടൽമഞ്ഞ്, ശീതതരംഗം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യൻ്റെ അയനം. അപ്പോൾ എന്തൊക്കെയാണ് കാരണങ്ങൾ? ഇതുപോലെ കൂട്ടുകാർ എഴുതുമല്ലോ. നന്നായി പഠിച്ചു വയ്ക്കുക. ഈ ഓരോ ക്വസ്റ്റ്യൻസും നന്നായി പഠിച്ചു വയ്ക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭൂപടം നിരീക്ഷിച്ച് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ക്വസ്റ്റ്യൻ എന്താണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് അല്ലേ? ഉപദ്വീപീയ നദികളിലാണ് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അതെ, ഗോദാവരിയാണല്ലേ. ആൻസർ എന്താണ്? ഗോദാവരി. ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദിയുടെ പേരെഴുതുക. കൃഷ്ണ നദിയുടെ പ്രധാന പോഷക നദിയുടെ പേരെഴുതുക. എന്താണ്? പ്രധാന പോഷക നദി ഏതാണ്? തുംഗഭദ്രയാണ് അല്ലേ. ആൻസർ എന്താണ്? തുംഗഭദ്ര. ദെൻ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നദീതടം ഉൾക്കൊള്ളുന്നതും പടിഞ്ഞാറോട്ട് ഒഴുകുന്നതുമായ ഒരു നദിയുടെ പേരെഴുതുക. നമുക്ക് ഏതൊക്കെ എഴുതാം? നർമ്മദ എഴുതാം, താപ്തി എഴുതാം. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ ഡി ക്വസ്റ്റ്യൻ. കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? അത് കൃഷ്ണയാണല്ലേ. ആൻസർ എന്താണ്? കൃഷ്ണ. ഓക്കെ, നമുക്ക് 18ാമത്തെ ചോദ്യം നോക്കാം. രാജ്യഭരണം നിർവഹിക്കുക എന്നത് മന്ത്രിസഭയുടെ ചുമതലകളിൽ ഒന്നാണ്. മറ്റു ചുമതലകൾ ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എഴുതാൻ? മന്ത്രിസഭയുടെ ചുമതലകളാണല്ലേ. എന്താണ് എഴുതേണ്ടത്? മന്ത്രിസഭയുടെ ചുമതലകൾ. ഓക്കെ, നമുക്ക് എഴുതാം. നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക. അതുപോലെ തന്നെ ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക. ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക. ഭരണപരവും ക്ഷേമപരവുമായ മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. എന്തൊക്കെയാണ്? നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് കളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റു നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. ഓക്കെ, ഇതിൽ നമുക്ക് 19ാമത്തെ ചോദ്യം നോക്കിയാലോ. എന്താണ്? വിദ്യാഭ്യാസം എപ്രകാരമാണ് രാജ്യ പുരോഗതിക്ക് കാരണമാകുന്നത് എന്നതിനെ കാണിക്കുന്ന ചിത്രം നൽകിയിരിക്കുന്നു. ഇതിൽ വിട്ടുപോയവ കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, വിദ്യാഭ്യാസം, സാങ്കേതിക പരിജ്ഞാനം, മെച്ചപ്പെട്ട വരുമാനം, രാജ്യ പുരോഗതി. അപ്പോൾ ഇതിൽ വിട്ടുപോയവയാണല്ലേ നമ്മൾ എഴുതേണ്ടത്. നമുക്ക് എന്തൊക്കെ എഴുതാം? കഴിവ് വർദ്ധിക്കുന്നു, അതുപോലെ തന്നെ നൈപുണ്യ വികസനം, മെച്ചപ്പെട്ട തൊഴിൽ, മെച്ചപ്പെട്ട ജീവിത നിലവാരം. കഴിവ് വർദ്ധിക്കുന്നു, നൈപുണ്യ വികസനം, മെച്ചപ്പെട്ട തൊഴിൽ, മെച്ചപ്പെട്ട ജീവിത നിലവാരം. ഓക്കെ, ഇതിൽ നമുക്ക് 20ാമത്തെ ചോദ്യം നോക്കാം. ജനസംഖ്യാ ലാഭവിഹിതത്തിൻ്റെ നേട്ടങ്ങൾ എന്നിവ വിശദമാക്കുക. അപ്പോൾ എന്താണ് കൂട്ടുകാരെ ജനസംഖ്യാ ലാഭവിഹിതം? അതെ, സജീവ പ്രായത്തിലുള്ളവരിൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം തൊഴിലെടുക്കാത്തവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനസംഖ്യാ ലാഭവിഹിതം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് കൂട്ടുകാരെ ജനസംഖ്യാ ലാഭവിഹിതം? സജീവ പ്രായത്തിലുള്ളവരിൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം തൊഴിലെടുക്കാത്തവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാകുന്നതിനെ ജനസംഖ്യാ ലാഭവിഹിതം എന്ന് പറയുന്നു. ഇനി അതിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി വർദ്ധിക്കുന്നു, രാജ്യത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുന്നു, രാജ്യത്തിന് ഉയർന്ന മനുഷ്യവിഭവശേഷി ലഭിക്കുന്നു. ഇത്രയും നേട്ടങ്ങളാണ് നമുക്ക് എഴുതാൻ കഴിയുമല്ലേ. രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി വർദ്ധിക്കുന്നു, രാജ്യത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുന്നു, രാജ്യത്തിന് ഉയർന്ന മനുഷ്യവിഭവശേഷി ലഭിക്കുന്നു. ഇതിന് 21ാമത്തെ ചോദ്യം നോക്കിയാലോ. സംഘടിത അസംഘടിത മേഖലകളുടെ ഓരോ സവിശേഷതകൾ നൽകിയിരിക്കുന്നു. മറ്റ് സവിശേഷതകൾ കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കുക. സംഘടിത മേഖലയുടെ ഒരു സവിശേഷത നമുക്ക് എന്താണ് നൽകിയിട്ടുള്ളത്? രജിസ്റ്റർ ചെയ്യപ്പെട്ട തൊഴിൽ മേഖല. ദെൻ നമുക്ക് എന്തൊക്കെ എഴുതാം? താരതമ്യേന കൂടിയ ശമ്പളം, തൊഴിൽ സുരക്ഷിതത്വം. താരതമ്യേന കൂടിയ ശമ്പളം, തൊഴിൽ സുരക്ഷിതത്വം. ദെൻ അസംഘടിത മേഖല, രജിസ്റ്റർ ചെയ്യപ്പെടാത്ത തൊഴിൽ മേഖല എന്ന് നൽകിയിട്ടുണ്ട്. ദെൻ അസംഘടിത മേഖലയുടെ മറ്റ് സവിശേഷതകളിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? താരതമ്യേന കുറഞ്ഞ ശമ്പളം, തൊഴിൽ സുരക്ഷിതത്വമില്ലായ്മ. തൊഴിൽ സുരക്ഷിതത്വമില്ലായ്മ.
ഓക്കെ, ദെൻ 22ാമത്തെ ചോദ്യം എന്താണ് കൂട്ടുകാരെ? യെസ്, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന വിശദമാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന വിശദമാക്കുക. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ 2 കമ്മീഷണർമാരും ചേർന്നതാണ് അല്ലേ? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നതാണ് എന്താണ്? യെസ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. ദെൻ അംഗങ്ങളെ രാഷ്ട്രപതി നിയമിക്കുന്നു. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സുവരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി. ഇംപീച്ച്മെൻറ്റിലൂടെ മാത്രമേ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ സാധിക്കൂ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഘടന വിശദീകരിച്ച് എഴുതുക. ഓക്കെ, then നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 23ാമത്തെ ചോദ്യമാണ്. എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. സ്വപ്നവാസവ ദത്തം, അമരകോശം, മത്തവിലാസ പ്രഹസനം, മൃച്ഛകടികം. ഇതിന് അപ്പുറത്തെ സൈഡിൽ എന്തൊക്കെയാണ്? ബിയിൽ എന്താണ് നൽകിയിട്ടുള്ളത്? അമരസിംഹൻ, ബാസൻ, ശുദ്രകൻ, മഹേന്ദ്രവർമ്മൻ. അപ്പോൾ സ്വപ്നവാസവദത്തം യെസ് ദാസനാണ് അല്ലേ? ഇതിന് അമരകോശം അമരസിംഹൻ, ദെൻ മത്തവിലാസ പ്രഹസനം മഹേന്ദ്രവർമ്മൻ, മൃച്ഛകടികം ശൂദ്രകൻ. ഇതേ രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾ? ശരിയായ രീതിയിൽ ഇതുപോലെ എ കോളത്തിൽ നിന്നും ബി കോളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് ശരിയായ രീതിയിൽ പട്ടികപ്പെടുത്തി എഴുതുക. ദെൻ മരുഭൂമികളുടെ 2 വിഭാഗങ്ങൾ ഏതെല്ലാം വിശദമാക്കുക. മരുഭൂമികളുടെ 2 വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? അതെ, ശീത മരുഭൂമികളും ഉഷ്ണ മരുഭൂമികളും അല്ലേ? എന്താണ് ശീത മരുഭൂമികൾ, ഉഷ്ണ മരുഭൂമികൾ? ഓക്കെ, ദെൻ വിശദീകരിക്കാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആദ്യം നമുക്ക് ശീത മരുഭൂമികൾ എന്താണെന്ന് എഴുതാം. ധ്രുവപ്രദേശങ്ങളിലും മിതശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണെന്ത്? ശീതമരുഭൂമികൾ. എന്താണ്? ധ്രുവപ്രദേശങ്ങളിലും മിതശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ശീതമരുഭൂമികൾ. ഓക്കെ, നെക്സ്റ്റ് ഉഷ്ണ മരുഭൂമികൾ എഴുതാം. പൊതുവെ 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണ മരുഭൂമികൾ. ഓക്കെ, ഇതിന് 25ാമത്തെ ചോദ്യം നോക്കിയാലോ. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവ വിശദമാക്കുക. സംഘങ്ങളും നൽകിയിട്ടുണ്ട്, സ്തൂപങ്ങളും നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് സ്തൂപങ്ങൾ എന്താണെന്ന് എഴുതാം. എന്താണ്? യെസ്, ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണെന്ത്? യെസ്, സ്തൂപങ്ങൾ. അർദ്ധവൃത്താകൃതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. കൊത്തുപണികളാൽ സമ്പന്നമാണ് സ്തൂപങ്ങൾ. നെക്സ്റ്റ് നമുക്ക് സംഘങ്ങൾ എഴുതാമല്ലേ. ബുദ്ധ പ്രചാരണത്തിനായി സന്യാസിമാർ സംഘങ്ങൾ രൂപീകരിച്ചിരുന്നു. ജാതി ലിംഗ പരിഗണനകളൊന്നും കൂടാതെ എല്ലാവരെയും സംഘത്തിൽ ഉൾപ്പെടുത്തി. സംഘത്തിലെ സ്ത്രീകൾ ഭിക്ഷുണികൾ എന്നും പുരുഷന്മാർ ഭിക്ഷുക്കൾ എന്നുമാണ് അറിയപ്പെട്ടത്. ഓക്കെ, ഇതിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. 26ാമത്തെ ചോദ്യം എന്താണ്? മനുഷ്യ മൂലധന രൂപീകരണവും ദാരിദ്ര്യവും എന്ന ശീർഷകത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. മനുഷ്യ മൂലധന രൂപീകരണം നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണ് ദാരിദ്ര്യം. കുറഞ്ഞ വരുമാനമാണ് മനുഷ്യനെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നത്. കുറഞ്ഞ വരുമാനം കാരണം മനുഷ്യനെ വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ വരികയും അത് കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും പരസ്പരം കിടക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക കൂട്ടുകാരും? ഇതുപോലെ മനുഷ്യ മൂലധന രൂപീകരണവും ദാരിദ്ര്യവും എന്ന ശീർഷകത്തിൽ ഇതുപോലെ ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 27, 28 ചോദ്യങ്ങൾക്ക് നിർദ്ദേശാനുസരണം ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് 27ാമത്തെ ചോദ്യം നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനങ്ങളേവ ഏതെങ്കിലും 2 എണ്ണത്തിൻ്റെ സവിശേഷതകൾ വിശദമാക്കുക. അപ്പോൾ ഇത് ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? യെസ്, കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ്, പർവ്വതമണ്ണ്, കറുത്ത മണ്ണ്.
യെസ്, കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ് അല്ലേ? ഏതൊക്കെയാണ്? കറുത്ത മണ്ണും ചെമ്മണ്ണും ലാറ്ററൈറ്റ് മണ്ണും പർവ്വത മണ്ണും. അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണത്തിൻ്റെ സവിശേഷതകൾ വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കറുത്ത മണ്ണിനെ കുറിച്ച് എഴുതാം. ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നു. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും കർണാടകം, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗികമായും കാണപ്പെടുന്നു. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് ചെമ്മണ്ണിനെ കുറിച്ച് എഴുതാം. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽരൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്നു. പൊതുവെ ചെമ്മണ്ണ് എന്ന് വിളിക്കുമെങ്കിലും ചിലയിടങ്ങളിൽ ഇത് തവിട്ട്, ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ഈ മണ്ണിൽ വലിയ തോതിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ് ചുവപ്പ് നിറത്തിന് പ്രധാന കാരണം. ഇത് നെക്സ്റ്റ് ലാറ്ററൈറ്റ് മണ്ണ് എഴുതാം. കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർന്നിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ്. പീഠഭൂമിയിൽ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, രാജ്മഹൽ കുന്നുകൾ, വിന്ധ്യ സത്പുര പർവ്വതങ്ങൾ, മാൾവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മുഖ്യമായും ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. പൊതുവെ ഫലഭൂഷ്ടി കുറഞ്ഞ ഈ മണ്ണിനും കൃഷിയോഗ്യമല്ലെങ്കിലും വളപ്രയോഗത്തിലൂടെ തേയില, റബ്ബർ, കാപ്പി, അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്കായി വൻതോതിൽ പ്രയോജനപ്പെടുത്തുന്നു. ഓക്കെ, ഇത് നെക്സ്റ്റ് പർവ്വത മണ്ണ്. ദക്ഷിണേന്ത്യയിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവ്വഘട്ട മലനിരകളിലാണ്. കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടവിളകൾക്ക്, പ്രത്യേകിച്ച് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖല പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് പർവ്വത മണ്ണ് അനുയോജ്യമാണ്. ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കൂ. ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ ഏതെല്ലാം? ഏതെങ്കിലും രണ്ട് രീതികൾ വിശദമാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ ഏതൊക്കെയാണ്? യെസ്, ഉൽപ്പന്ന രീതി, വരുമാന രീതി, ചെലവു രീതി. ഇവയിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ കുറിച്ച് വിശദീകരിക്കാനും പറഞ്ഞിട്ടുണ്ടല്ലേ. നമുക്ക് ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ചെലവ് രീതിയും എന്താണെന്ന് നോക്കാം. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഏതെങ്കിലും രണ്ടെണ്ണത്തിനെ കുറിച്ച് വിശദീകരിച്ച് എഴുതിയാൽ മതി. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഉൽപ്പന്ന രീതി നോക്കാം. ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യത്തെ അടിസ്ഥാനമാക്കി വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി. വിവിധ മേഖലകളിൽ നിന്നും ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന എത്രത്തോളമെന്ന് തിരിച്ചറിയുന്നതിനും അതത് മേഖലകൾക്ക് അർഹമായ പ്രാധാന്യം ഉറപ്പുവരുത്തുന്നതിനും ഇത് സഹായിക്കുന്നു. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് വരുമാന രീതി എഴുതാം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളായ പാട്ടം, വേതനം, പലിശ, ലാഭം തുടങ്ങിയവ പണമൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് എന്ത്? യെസ്, വരുമാന രീതി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് ചെലവ് രീതി നോക്കാം. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണിത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചിലവിനൊപ്പം നിക്ഷേപവും ചെലവായാണ് പരിഗണിക്കപ്പെടുന്നത്. ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവ് എന്നിവയോടൊപ്പം സർക്കാർ ചെലവും അറ്റകയറ്റുമതി മൂല്യവും ചേർന്നതാണ് രാജ്യത്തിൻ്റെ ആകെ ചെലവെന്ന് പറയുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്. 28ാമത്തെ ചോദ്യം. ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ സൂചകങ്ങളായ കുടിയേറ്റം, പ്രായം, ഘടന, ആശ്രിത അനുപാതം എന്നിവയെക്കുറിച്ച് വിവരിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ദക്ഷിണേന്ത്യയിലേക്കുള്ള ഭൂമിദാനത്തിൻ്റെ വ്യാപനം സാമ്പത്തിക രംഗത്ത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് വിശദമാക്കുക. ഓക്കെ, നമുക്ക് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. എന്തായിരുന്നു എ ക്വസ്റ്റ്യൻ? യെസ്, ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ സൂചകങ്ങളായ കുടിയേറ്റം, പ്രായഘടന, ആശ്രിത അനുപാതം എന്നിവയെക്കുറിച്ച് വിവരിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കുടിയേറ്റം എഴുതാം. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം എന്ന് പറയുന്നത്. കുടിയേറ്റം രണ്ട് തരത്തിലുണ്ട്. ആഭ്യന്തര കുടിയേറ്റം, രാജ്യാന്തര കുടിയേറ്റം. ഒരു പ്രദേശത്തിൻ്റെ യെസ്, കുടിയേറ്റം ഒരു പ്രദേശത്തിൻ്റെ ജനസംഖ്യാ ഘടനയിൽ മാറ്റം വരുത്തുന്നു. ദെൻ ആശ്രിത അനുപാതം നോക്കാം. 15 താഴെയും 64 മുകളിലും പ്രായഘടനയിലുള്ളവർ ആശ്രിത വിഭാഗത്തെ ആശ്രയിക്കുന്നു. ജനസംഖ്യയിലെ ആശ്രിത വിഭാഗത്തെയും തൊഴിലെടുക്കുന്ന വിഭാഗത്തെയും താരതമ്യം ചെയ്യുന്ന മാനദണ്ഡത്തെ കായാന്തരിത ശിലകൾക്ക്
ആശ്രിത അനുപാതം എന്ന് പറയുന്നു. ആശ്രിത അനുപാതം ഒരു രാജ്യത്തെ സാമ്പത്തിക ക്ഷമതയെ ഒരു പരിധിവരെ സ്വാധീനിക്കുന്നു. വിഭാഗത്തെയും താരതമ്യം ചെയ്യുന്ന മാനദണ്ഡത്തെയുമാണ് എന്താണ് ആശ്രിത അനുപാതം എന്ന് പറയുന്നു. ആശ്രിത അനുപാതം ഒരു രാജ്യത്തെ സാമ്പത്തിക ക്ഷമതയെ ഒരു പരിധിവരെ സ്വാധീനിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് എഴുതാം. ജനസംഖ്യ പ്രായഘടന. ജനസംഖ്യാ ക്രമീകരണത്തിന്റെ പ്രധാനപ്പെട്ട സൂചകമാണ് ജനസംഖ്യാ പ്രായഘടന. ജനസംഖ്യാ പുരോഗതി, ശരാശരി ആയുർദൈർഘ്യം എന്നിവയിലുള്ള മാറ്റങ്ങൾ പ്രായഘടനയെ സ്വാധീനിക്കുന്നു. ബി ക്വസ്റ്റ്യൻ നോക്കൂ. ദക്ഷിണേന്ത്യയിലേക്കുള്ള ഭൂമിദാനത്തിന്റെ വ്യാപനം സാമ്പത്തിക രംഗത്ത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് വിശദമാക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ എഴുതാം. ദക്ഷിണേന്ത്യയിലെ സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും ബ്രാഹ്മണർക്ക് ഉയർന്ന സ്ഥാനം ലഭിച്ചു. കൃഷി വികസിക്കുന്നതിന് കാരണമായി. രാജാക്കന്മാരും ഗ്രാമഭരണകൂടവും ജലസംഭരണികൾ നിർമ്മിച്ചും ജലസേചന സംവിധാനം ഒരുക്കിയും കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു. കൃഷിയുടെ ഉൽപാദനത്തിന്റെ മിച്ചം വ്യാപാരത്തിന്റെ പുരോഗതിക്ക് കാരണമായി. ആഭ്യന്തര വ്യാപാരത്തിനൊപ്പം സമുദ്ര വ്യാപാരവും വളർന്നു. സമൂഹങ്ങൾ എന്ന കച്ചവട കൂട്ടായ്മകൾ രൂപപ്പെട്ടു. കോർക്കായ്, കായൽ പട്ടണം, പെരിയപട്ടണം മുതലായ തുറമുഖങ്ങൾ വളർന്നു വന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ദക്ഷിണേന്ത്യയിലേക്കുള്ള ഭൂവിധാനത്തിൻ്റെ വ്യാപനം സാമ്പത്തിക രംഗത്ത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് എഴുതുക. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് 28 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.